തിരികെ ചർച്ചയിലേക്ക് ശ്രീ റെജി ലൂക്കോസ്. ഇതിന് കാരണക്കാരായവരെ കണ്ടെത്തുമ്പോൾ ചില ചോദ്യങ്ങളും കൂടി വരുന്നുണ്ട്. അതായത് ഈ കാരണക്കാരായവർക്ക് ഒത്താശ നൽകിയവർ ആരൊക്കെ എന്നുള്ളതാണ്. നിരന്തരമായി വൈദ്യുതി മോഷണം നടക്കുന്നു എന്നുള്ളത് പ്രദേശവാസികൾ KSEBയെ അറിയിച്ചിട്ടും അവർ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ല എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പഞ്ചായത്തിനടക്കം ഇതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം അപകടകരമായ രീതിയിൽ കാട്ടുപന്നികൾ പെരുകുകയും അത് ജീവനും സ്വത്തിനുമൊക്കെ ഹാനികരമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള നിലവിൽ നിയമനിർമ്മാണമുണ്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് അതിലെന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു? ഇതൊക്കെയാണോ ഇത്തരത്തിലുള്ള ഈ നായാട്ട് സംഘങ്ങളെ പ്രേരിപ്പിക്കുന്നത്? രാത്രികാലങ്ങളിൽ ഇവയെ ഇങ്ങനെ വലയിട്ടും വൈദ്യുതി കമ്പേലി വെച്ചുമൊക്കെ പിടികൂടുക, മാംസം ഉപയോഗിക്കുക, ഇതിലോട്ടൊക്കെ നയിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളതാണ്. പാവം 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവനാണ് ഇതിൽ പൊലിഞ്ഞത്. പക്ഷേ യഥാർത്ഥ ഉത്തരവാദികൾ ഇപ്പോഴും മാറി നിൽക്കുകയല്ലേ? അത് രാഷ്ട്രീയക്കാരായാലും പഞ്ചായത്തായാലും KSEB ഉദ്യോഗസ്ഥരായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരായാലും ഇവരെല്ലാവരും പക്ഷേ ഈ പ്രതിപട്ടികയിലേക്ക് വരേണ്ടവരല്ലേ? രോഹിണി, വാസ്തവത്തില് ആ കുഞ്ഞിന് മൃതദേഹം ആ വീട്ടിൽ കണ്ണീർ കടലിൽ ഒരു വലിയ ജനസമൂഹത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് കിടക്കുക. അതുകൊണ്ട് മനസാക്ഷി ഉള്ള ഒരാൾക്കും ഈ കാര്യത്തിൽ പ്രത്യാരോപണങ്ങൾ ഈ സമയം പറയാനായിട്ട് എന്നെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. വസ്തുതകൾ മാത്രമേ അതിനകത്ത് പറയത്തുള്ളൂ. രോഹിണിയുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയേന്ദ്ര മാഷ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ മാഷോടും ബഹുമാനപ്പെട്ട റോണിക്ക് തോമസിനോടും ഒറ്റ ചോദ്യം ചോദിക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് 1947 1972 ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത വനനിയമം ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത്. ആ സമയത്ത് കേരളത്തിൽ കേരളം ഒന്നാകെ കേരളമായ ആ സമയത്ത് കേരളത്തിൽ ഒരല്പസമയത്തിനധികം നമ്മുടെ വനവിസ്തൃതി എന്ന് പറയുന്നത് കേരളത്തിന് മൊത്തം ഭൂമിയുടെ 12% മാത്രമായിരുന്നു. ഇപ്പൊ അത് 31%. ഇതെല്ലാം കൃത്യമായ കണക്കോട് ഡേറ്റയാണ് സംസാരിക്കുന്നത്. അതായത് കേരളത്തിന്റെ 1/3 വനമാണ്. ഈ വനനിയമത്തിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ഈ വനനിയമത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ജീവിയെ പോലും കൊല്ലാൻ പാടില്ല. വനത്തിന്റെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പോളിസി എന്ന് പറയുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരാ? ജനങ്ങളാ. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആരാ? പോപ്പുലേഷന്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജനങ്ങളാ. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഭീതിയിലാഴ്ത്തിയ മറ്റൊരു റിപ്പോർട്ടുണ്ട്, ഗാഡ്ഗിൽ കസ്തൂരിരംഗ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ 1 കിലോമീറ്റർ ബഫർ സോൺ ആക്കണം എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള വനാന്തരത്തിൽ നിന്നും 1 കിലോമീറ്ററോട് ബഫർ സോൺ ആക്കണം എന്ന് പറഞ്ഞു. ആ നിർദ്ദേശത്തിന് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി പോലുള്ള ടൗണുകൾ വനമായി മാറും. അവിടെ ജനങ്ങൾ എവിടെയെങ്കിലും പോകണം. 3/1 സ്ഥലം ഇതാണ്. പക്ഷെ 2011 കേരളത്തിൽ അധികാരത്തിലേറിയ കോൺഗ്രസ് സർക്കാരിന്റെ മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിന്റെ ശരി തെറ്റെന്ന് എനിക്കറിയത്തില്ല. VD സതീശൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും 6 MLA കൂട്ടിക്കൊണ്ട് ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിനകത്ത് നമ്മുടെ ഹൈബിയുടെ ഇപ്പോഴത്തെ MP ഉണ്ട്, BT ബലറാം ഉണ്ട്, KM ഷാജിയെ പോലുള്ള 6 പേരുടെ ഒരു സംഘം. അവരുടെ ആവശ്യം എന്താണെന്ന് രോഗിക്ക് അറിയാമോ? അത് ആവശ്യം ചുമ്മാ പറഞ്ഞില്ല. നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് കേരളം മുഴുവൻ പ്രക്ഷോഭമായിട്ട് നടന്നു. അത് 1 കിലോമീറ്റർ എന്നുള്ള 9 കിലോമീറ്ററെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അതായത് കേരളം ഏതാണ്ട് പകുതിയിൽ കൂടുതൽ വനമാകും. ഈ ജനങ്ങൾ എങ്ങോട്ട് പോകും? അങ്ങനെ വാചകടിച്ച് കേരളത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണം, 9 കിലോമീറ്റർ ബഫർ സോൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ ആ 5 വർഷക്കാലം പ്രക്ഷോഭ പരമ്പര നടത്തിയ ആളുകളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ലജ്ജ തോന്നുവാണ്. ഇവരൊക്കെയാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിന് ഈ കള്ളിങ് എന്ന് പറയുന്ന ലോകത്ത് എവിടെയുള്ള രാജ്യങ്ങളിൽ, അതായത് കള്ളിങ്ങിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ വന്യജീവികൾ ക്രമാതീതമായിട്ട് അത് പെരുകുമ്പോൾ അതിന്റെ വർധനവ് നിയന്ത്രിക്കാനായിട്ടുള്ള ഹണ്ടിങ്ങിനാണ്, വേട്ടയാടലിനാണ് കള്ളിങ് എന്ന് പറയുന്നത്. അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. കാരണം ജനങ്ങൾക്കാണ് 1 സ്ഥാനം കിട്ടേണ്ടത്. പക്ഷെ ഈ രാജ്യത്ത് നടത്തുന്നുണ്ടോ? കേരളത്തിലെ പ്രത്യേകിച്ച് കേരളമാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഈ വനവുമായിട്ട് അടുത്ത് 1.5 കോടി ജനങ്ങൾ താമസിക്കുന്ന ഏക സംസ്ഥാനം ഈ രാജ്യത്ത് കേരളം മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു നിയമം മാറ്റിയെഴുതാത്തത്? ഒറ്റ ഉദാഹരണം ഞാൻ ജയേന്ദ്ര മാഷിനോട് പറയാം. നമ്മുടെ 3-4 മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ മാനന്തവാടി സമീപം ഒരു പാവ കുടുംബിനി അവരുടെ കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് കടുവ കടിച്ച് അതിനെ ആ ശരീരത്തിന്റെ മുക്കാലും ഭാഗം ഭക്ഷിച്ചു. സത്യത്തിൽ അത് കണ്ട് കരയാത്ത മനുഷ്യനുണ്ടോ? മനുഷ്യനെ പിടിച്ചു കൊല്ലുന്നു. അതിന്റെ 10ാമത്തെ ദിവസം
കേന്ദ്ര പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വന്നു. അദ്ദേഹം വേറെ ആവശ്യമുണ്ടോ വന്നേ, മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ വനനിയമത്തിൽ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് എന്ത് നിയമഭേദഗതി കൊണ്ടുവരുന്നു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഈ ജോർജ് കുര്യനൊക്കെ അന്നും കേരളത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് ജോർജ് എന്റെ നാട്ടുകാരൻ, എന്റെ സുഹൃത്തുകൂടെയാ, പറഞ്ഞാലേ ഒരു ഭേദഗതിയും വരുത്തിയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു പേ പിടിച്ച പട്ടിയെ പോലും കൊല്ലാൻ ഈ നാട്ടിൽ പറ്റത്തില്ല, നിങ്ങൾ ജയിലിൽ പോകും. ഇതെന്തൊരു നാടായത്? അതിനെങ്ങനെയാണ് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ചോദ്യം, ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റും? കേരള സർക്കാർ എന്ന വനത്തിന്റെ അധിപൻ അത് കേന്ദ്ര സർക്കാരാണ്. അപ്പൊ ആ നിയമം ഒരൊറ്റ ഓർഡറിലൂടെ തിരുത്താവുന്നേ ഉള്ളൂ. ഇതിന്റെ പെരുപ്പ്, ഇതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇപ്പം ഈ വന്യമൃഗങ്ങളെ ജനങ്ങളെ കൊന്നു കൊടുക്കുമ്പോൾ ഇതിനെ വെടിവെച്ച് കൊല്ലണം കുറെ എണ്ണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ ഇപ്പൊ കത്ത് കൊടുത്തിരിക്കുക, സുപ്രീം കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുള്ളൂ. അപ്പൊ മനുഷ്യജീവന് തെല്ല് പോലും വിലയില്ലാതുകൊണ്ട് മൃഗങ്ങൾക്ക്, തെരുവ് പട്ടികൾക്ക് മാത്രം പ്രാധാന്യമുള്ള ഒരു നാട്ടിൽ ഈ രീതിയിൽ നമ്മൾ ആരോപണ പ്രത്യാരോപണം നടത്തി ഇതിന്റെ യഥാർത്ഥ അധികാരികൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം ഒരു സംസ്ഥാന സർക്കാരിന്റെ വിരൽ ചൂണ്ടുന്നതിന് വൈരുദ്ധ്യം എന്റെ ഈ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒന്നുകൂടെ ഒരു കാര്യം പറയാൻ സമയം കിട്ടണം. നമ്മുടെ നാട്ടിൽ നിത്യേന എന്നോണം വന്യമൃഗങ്ങൾ മനുഷ്യരെ വേട്ടയാടുന്നുണ്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, മനുഷ്യന് വേണ്ടിയിട്ടല്ല, മൃഗങ്ങൾക്ക് വേണ്ടി രാത്രികാല ഗതാഗതം നിരോധിച്ചിട്ടുള്ള ഈ രാജ്യത്തെ ഏക പ്രദേശം കേരളമാണ്. പിന്നെ ബന്ദിപ്പൂർ വഴിയുള്ള ആ റോഡും മുത്തയ്ക്ക റോഡും. അതെന്താ, ഒരു കളക്ടറുടെ ഒരു മനുഷ്യനുമായിട്ടുള്ള സംവാദത്തിൽ വന്ന കലിപ്പ് കൊണ്ട് അയാൾ ഓർഡർ ഇട്ടതാ. അതിപ്പോൾ സുപ്രീം കോടതി നടക്കും. നിങ്ങൾ ലോകത്തിൽ എവിടെയെടുത്ത് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഒരു ഉദാഹരണം പറയാം. സ്വിറ്റ്സർലൻഡിൽ ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ അതിലെ ഫ്രോഗ്, അതായത് തവളകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് രാത്രിയിൽ ഒരു ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അവിടെ വണ്ടി നിർത്തി തവളകൾ ക്രോസ് ചെയ്യുന്നുണ്ട്, വാഹനം നിർത്തണം. ഞാൻ നേരിട്ടുണ്ട്, കൗതുക. അങ്ങനെയുള്ള എന്തെങ്കിലും സമരം ചെയ്തു കൊടുത്താൽ പോരെ? ഈ നാട്ടിലെ പൗരന് സ്വാതന്ത്ര്യം ഇല്ലാണ്ട് മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരോട് പറയാൻ പറ്റുമ്പോൾ കുറ്റവാളികൾ ആരാ? കുറ്റവാളികൾ ഈ നിയമം കൊണ്ടുവന്നവരാ, ഈ നിയമം കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാ. ഇതിനെ എങ്ങനെയാണ് ജനങ്ങളെയും മനുഷ്യ മൃഗങ്ങൾ എന്നൊക്കെ പറയുന്ന ജോർജ് കുര്യനോട് എനിക്ക് സങ്കടം തോന്നുന്നു, സഹതാപം തോന്നുന്നു. അതേ ആ വാക്ക് ഉപയോഗിക്കുമോ? അദ്ദേഹം ഡൽഹി ചെന്നിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി മോദിജിയോട് പറഞ്ഞെടുത്ത് ഈ നിയമം മാറ്റുന്നത് മനുഷ്യരെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ളൂ. പിന്നെ ഇവിടെ വന്നിട്ട് ഈ വാചകടിയും ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കാവുന്ന ജനമല്ലേ ഈ രാജ്യത്തുള്ളത്?